കണ്ടല്ലോ. ബസ് സ്റ്റോപ്പിലൊന്നും ഉറങ്ങാൻ നോക്കണം എന്ന് വെച്ചാൽ നമുക്ക് ഉറക്കം കിട്ടിയില്ല. ഹോട്ടലിൽ റൂം എടുക്കാമായിരുന്നു, റൂമൊന്നും എടുത്തില്ല. ഇപ്പോൾ ഈ ആൾക്കാരോടെ കിടക്കണില്ലേ, അവിടെ എവിടെയൊക്കെ കിടക്കാൻ നോക്കണം. ഇപ്പോൾ ഞാൻ പളനിയിൽ ഇറങ്ങിയിട്ട് പളനി ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ രാത്രി എത്തി 12 മണിക്ക്. ഇപ്പോൾ റൂമൊന്നും എടുക്കണില്ല, ഇവിടെ കിടന്ന് ഉറങ്ങണം. ഇപ്പോൾ നമ്മൾ ഉറങ്ങാനുള്ള സ്ഥലം അന്വേഷിക്കുക. അപ്പോൾ ഇനി ഇവിടെ തന്നെ കിടക്കാം. ബായ്. അപ്പോൾ നമ്മളിവിടെ കിടന്ന് ഉറങ്ങിയത് സ്ഥലമാണ് ഈ കാണുന്നത്. നിലം പറ്റിയില്ല, പൊട്ടിക്കായ കാരണം നിലം പറ്റിയില്ല. അപ്പോൾ കസാരമ്മ കിടന്ന് ഉറങ്ങി, സുഖം. ഇപ്പോൾ സമയം 5:30 ആയി. ചെറുതായിട്ട് നേരം വെളുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നേരത്തെ നേരം വെളുക്കുന്നുണ്ട്. അത് കാരണം നമ്മളൊന്ന് പളനിയാണ് നിൽക്കുന്നത്, നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങുന്നു. അപ്പോൾ നേരം വെളുത്തു കേട്ടോ. 5:30 മണി. അപ്പോൾ ഞാൻ വെളുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബസ് പിടിക്കണം. നമ്മൾ ഡിണ്ടിക്കലിലേക്കാണ് ബസ് പിടിക്കുന്നത്. അതിന് മുന്നേ ഇവിടെ ഒന്ന് കറങ്ങാൻ വേണം. ഇപ്പോൾ എല്ലാവരും എണീറ്റുണ്ട്. ഇവിടെ കണ്ടില്ലേ, എല്ലാവരും കിടന്നുറങ്ങിയതൊക്കെ എണീറ്റു. ഇവിടെ ചേട്ടനത് അവിടെ അടിച്ച് വൃത്തിയാക്കുന്നുണ്ട്. കുറേ പേരൊക്കെ നിദ്രയിൽ തന്നെയാണ്. കൂട്ടുകാരൊക്കെ വന്ന് ഒരു പുലർച്ചനെ എത്തി. റോഹിത്ത് വന്നിട്ടുണ്ട്, വിഷ്ണു വന്നിട്ടുണ്ട്. എവിടെ ബാത്റൂം ഉള്ളത്? വാ കാണിച്ചോട്ടോ, ഒരുമിച്ച് പോകാന്ന് വെച്ചിട്ടാ, കൂട്ടിനെറ്റാൻ പാടില്ലല്ലോ. മുട്ടിച്ചിട്ടോ റോഹിത്തിനെ കൊണ്ട് ഞാൻ മുടി ഇങ്ങനെ കെട്ടിപ്പിക്കില്ല, മുട്ടി പരത്തിടിപ്പിക്കും. അതാണ് മാരക ലുക്ക്. ഡ്രസ്സ് മിലിറ്ററി കോട്ട്. പളനി മാലയാണ് അവിടെ കാണട്ടോ. ജാതി ലുക്ക് തന്നെയാണ്. എനിക്ക് ഒന്ന് ഫ്രഷ് ആവണം എന്നുവെച്ചാൽ എനിക്ക് വയറുവേദന എടുക്കുന്നുണ്ട്. ഒന്ന് ബാത്റൂമിൽ പോകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ട്. ഇവിടെ ബാത്റൂം ഉണ്ടെന്ന് പറഞ്ഞാൽ റോഹിത്ത് കണ്ടുപിടിച്ച് ബാത്റൂം. അപ്പോൾ റോഹിത്ത് നമുക്ക് ബാത്റൂം കാണിച്ചു തരും. അപ്പോൾ നമ്മൾ ബാത്റൂമിലേക്ക് പോകണം. ആ പളനിമല അവിടെ കാണുന്ന വ്യൂ, ആ വേലിൻ്റെ വ്യൂ അതൊക്കെ. നേരം വെളുത്ത് വരുമ്പോൾ കാഴ്ചകൾ, കടകളൊക്കെ ഇതാ ചെറുത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സംഭവങ്ങൾ കിട്ടും നമുക്ക് മേടിക്കാനുള്ളതൊക്കെ മേടിക്കണം. അപ്പോൾ ഇവിടെ ഡിണ്ടിക്കലേക്കുള്ള വണ്ടി തപ്പണം. തമിഴ്നാട് KSRTC ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ഇതിന് എവിടെ കിട്ടുകയെന്ന് അറിയില്ല. ഇവിടെ കുറെ കൂട്ടിയിട്ടില്ല ബസ്. ഇവിടെ ചോദിച്ചു നോക്കാം, അവിടെയൊക്കെ അല്ലേ, അവിടെ ചോദിച്ചു നോക്കാം. ഇതാ ഇവിടുത്തെ ചെറിയ ഫ്രൂട്ട്സ് കട ഇതൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നല്ല പേരയ്ക്കയും ആപ്പിളും ഇതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏരിയയിൽ ഇതൊക്കെയാണ് മെയിനായിട്ട്, ഫ്രൂട്ട്സുകളാണ് ഇവിടെ കൂടെ ഉള്ളത്. ഓട്ടോറിക്ഷ കോട്ടുന്നുണ്ടെങ്കിൽ ഡിണ്ടിക്കലിൻ്റെ ബസ് ഇതാ ഇവിടെ കിട്ടുന്ന പറയണം. അപ്പോൾ ഇതാ ഇവിടെയാണ് പബ്ലിക് ബാത്റൂം. ഇവിടെയാണ് എല്ലാവരും മൂത്രമൊഴിക്കുക. ഇതാ നമുക്ക് ഇവിടെ ചോദിച്ചു നോക്കാം. ഇപ്പം ടൈം എടുക്കണ്ട. അപ്പോൾ ഇതാണ് ഡിണ്ടിക്കൽ ബസ്. എവിടെ ഇരിക്കുക? അല്ല കിടലും ബസ്സാലോ, സൂപ്പറില്ല. ഇവിടെ നമ്മുടെ അവിടേക്ക് എന്നിട്ടല്ല തിരിക്കുക. ഞങ്ങളിത് ഹോട്ടലിലേക്ക് ഫുഡ് അടിക്കാൻ കയറിയിരിക്കണം. കൈ വാഷിങ് കഴിഞ്ഞു, എല്ലാവരും ഫുഡ് അടിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഇവൻ പൂരി പറഞ്ഞിട്ടുണ്ട്, ഇവനെന്താ മസാല ദോശ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാൻ പിന്നെ പൊങ്കൽ, തമിഴ്നാട് സ്റ്റൈൽ ഭക്ഷണം ഇപ്പോൾ ഞാൻ കഴിക്കും. പൊങ്കൽ അടിപൊളിയാണ്. അത് തീർത്ഥമല്ലേ. ഇപ്പോൾ പൊങ്കൽ വന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പൊങ്കൽ, തമിഴ്നാട് പൊങ്കൽ, പൂരി, നല്ല പൂരിയാണ് കിട്ടിയുള്ളത് കേട്ടോ. എനിക്കെന്ന് പറയുമ്പോൾ ഒരു ചോറിൽ ഇഞ്ചിയൊക്കെ അരച്ച് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു മല കയറാൻ വന്നേക്കാണ്. ഇപ്പോൾ ദിണ്ടിക്കലാണ് നിൽക്കുന്നത്. ഒരു 3500 അടി ഉയരമുള്ള രംഗമല കയറാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ബസ്സുണ്ട് രംഗമലയ്ക്ക് നേരിട്ടിട്ട്. അപ്പോൾ ബസ് പിടിച്ചിട്ട് നേരെ മല കയറുകയാണ്. പോവാം. എല്ലാവരും ബസ്സിൽ കയറി. അയ്യോ ഇറങ്ങിക്കോടാ മോനെ. വേറെ ഗായ്സ്, അപ്പോൾ നമ്മൾ മല കയറാൻ വന്നു കേട്ടോ. ഒരു വിജയമായ സ്ഥലത്ത് തനിച്ച് നിൽക്കണ. അപ്പോൾ ആ കാണാണ് മല. അടിപൊളി മല കേട്ടോ. രംഗമല. പിന്നെ കുറേ പേര് രംഗമല. രംഗമലയുടെ എൻട്രൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ശിവലിംഗം ഉണ്ട്, കണ്ടില്ലേ? അവിടെ എൻട്രൻസ് ആരും ഇല്ല. നട്ടുച്ച സമയത്ത് ഞങ്ങൾ 3 ആൾ മാത്രം. അപ്പോൾ അതാ ഒരു ജീപ്പ്, ഒരു ട്രക്ക് വരുന്നുണ്ട്. ഇതാ ഒരു എൻട്രൻസ് തന്നെ നമുക്കൊരു ശിവലിംഗം ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഞങ്ങളെല്ലാം എക്സൈറ്റഡ് ആയിട്ട് നടക്കുക തന്നെയാണ്. കൂട്ടുകാരന്മാരെല്ലാവരും ഒപ്പമുണ്ട്. പറയാൻ മാത്രമുള്ള ഉയരമൊന്നും മലയില്ല, ചെറിയ മല തന്നെയാണ്, കണ്ടറിയാം. പക്ഷേ കയറ്റം ഭയങ്കര കയറ്റം കേട്ടോ. ഒരു KL കാർ വരുന്നുണ്ട്. നമ്മുടെ നാട്ടുകാരെന്ന് തോന്നുന്നു, മലയാളീസ് എന്ന് തോന്നുന്നു. ആ
കേരള വണ്ടി നമ്മൾ മലയാളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ ചെയ്യാ, രണ്ടെണ്ണം തമിഴ് എടുക്കല്ലേ, അത് കാരണം തോന്നിയില്ല. വലിയ അടിപൊളി മല തന്നെയാണ്, നല്ല അടിപൊളി ട്രക്കിംഗ് ആണ് സംഭവം, പൊളിക്കും. 4 പേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ശരത് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ തമിഴ്നാട്ടിൽ എനിക്കുണ്ട്. അപ്പോൾ മല കയറിയിട്ട് പരിചയപ്പെട്ടാണ്. അപ്പോൾ അവന് ഉണ്ടാവും എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ അവൻ വന്നില്ല. അവൻ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു 10 മണിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു. അവൻ വിളിച്ചു പറയാം, മുട്ട് കാലിടിച്ചു പരിക്കാണ്, വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാനെല്ലാവരും വിളിച്ചു വരുത്തി വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പ്ലാൻ മാറ്റാൻ പറ്റില്ല. അപ്പോൾ അവരില്ലെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ സാരമില്ല, നീ വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഇവന്മാരോട് വരാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് പ്ലാൻ മാറ്റണ്ട, ഞങ്ങളെന്തായാലും ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ മല കയറാൻ പോവുകയാണ്. എന്തായാലും തീരുമാനിച്ചതിലേക്ക് ഞങ്ങൾ ലീവാക്കി, ഇവനും ലീവാക്കി, അവനും ലീവാക്കി, പ്ലാൻസ് എല്ലാം മാറ്റി. അപ്പോൾ പിന്തിരിയിലില്ല, മുന്നോട്ട് തന്നെ നമ്മൾ. എന്ത് കൃഷിയാണത്? പയർ കൃഷിയാണെന്ന് തോന്നുന്നല്ലേ? പയറല്ലേ? പയറെന്താണെന്നില്ല, ചേച്ചിമാരിങ്ങനെ കൈക്കോട്ടുണ്ടായി കളിക്കണല്ലേ. ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്, രംഗമല. തമിഴ്നാട്ടിൽ എഴുതിയുള്ള ഏറെ കണ്ടറിയാം. ഇത് രംഗമല വായിക്കുക, തമിഴല്ലേ എഴുതിയുള്ളത്, തമ്പുരാനറിയാം. ഇതന്നെ ആവും. ഇവിടെ കൃഷി ആയിട്ടുള്ള സ്ഥലങ്ങളാണ്, മൊത്തം കൃഷിയാണ് ഇവിടെ ഉള്ളത്. മലയുടെ അടിയിൽ അവിടെ ചേട്ട ഏതാ ട്രാക്ടർ കൊണ്ട് ഉഴുതു മറിക്കുന്നുണ്ട്. കുറച്ച് മുന്നേ ചേച്ചിമാർ കൈക്കോട്ട് കൊണ്ടും കിടക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയേ, നല്ല അടിപൊളി വെള്ളാരം കല്ല്. വീട്ടിൽ കൊണ്ടുപോകണോ കല്ല്? നല്ല ഡയമണ്ട് പോലെ ഉണ്ടല്ലേ, നല്ല രസമുണ്ട്. ഫുള്ളിങ്ങനത്തെ കല്ലാണ് ഇവിടെ. വരുമ്പോൾ എടുക്കാമല്ലേ, ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു കല്ല് കൊണ്ടുവരല്ലോ. ഇവിടെ ഇരിക്കട്ടെ, വരുമ്പോൾ എടുക്കാം. അവിടെ ഇട്ടു. ഒരു ചെറിയൊരു വീടുണ്ട് ഇവിടെ. അല്ലേ, ഇവിടുത്തെ ഒറ്റപ്പെട്ട ഒരു വീടാണ്. അവിടെ പക്ഷേ ആൾക്കാരൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഈ പാടത്തിൻ്റെ ഒക്കെ ഉടമസ്ഥൻ്റെ വീടാവത്. നൈസാണ്, മരങ്ങളൊന്നുമില്ല, ഫുള്ള് വെയിൽ തന്നെ വീട്. മരം നട്ടുവിടുമല്ലേ, വീടിൻ്റെ മുന്നിലൊക്കെ 2-3 ഗാർഡൻ ചെയ്യില്ല വരും. എൻ്റെ വീട്ടിലാണ് കൊടുക്കത്ത മരം, കാട് കയറിയാണ് കിടക്ക്. അപ്പുറത്തെ വഴിക്ക് ഒരു മല വേറെ വരുന്നുണ്ട്. ഒരു മല അതാദ്യം കണ്ട മല, ഫസ്റ്റ് മല, പിന്നെ സെക്കൻഡ് മല, തേർഡ് മല, 3 മലയില്ലേ? വെല്ലങ്കരി 7 മലയല്ലേ? ഇത് 3 നാളെ ലാഭാടാ. നമ്മൾ 3 കയറിയത്. നന്നാ വെല്ലങ്കരി മല കയറാൻ പോയിട്ട് 3 മല കയറിയത് ഞങ്ങൾ. പഴയ നിർത്തി പോന്നു. പത്താനെ അതിനകത്ത് തോട്ടി വന്നു കഴിഞ്ഞാലും ഞാനില്ല പണിക്കെന്ന് പറഞ്ഞ പോലെ. വെള്ളം കുപ്പിയാ, വലിയ കുപ്പി, ചെറുപ്പിയാ, പെപ്സിയുടെ കുപ്പിയാ. പെപ്സിയുടെ ചോയ ഉണ്ടോ? ഇവിടെ കൊഴുത്ത് മറച്ചേക്കണം. ഒരക്ക വരുന്നുണ്ടല്ലോ. ഇവിടെ എന്താ ഒരു വീടൊക്കെ ചെറുത് പണിതിപ്പോ കൃഷിയാണല്ലേ. മല കയറാൻ മുടിയല്ലേ? അല്ല, എൻട്രൻസ് കയറുന്നതൊക്കെ എപ്പടി കയറും? നേരെ തന്നെ குடிக்கிறது தண்ணி அங்கே மேலே கிடைக்குமா? கிடைக்கும்ல, டிஃபன் கிடைக்கும், தண்ணி இருக்குல்ல. ஓகே ஓகே. இங்கே ஏதாவது ஷாப் இருக்கா, கடை இருக்கா சாப்பிட்றதுக்கு? தண்ணி இருக்குல்ல. ஓகே ஓகே. இல்லை எதுவும் இல்லை, இங்கே ஏதாவது கிடைக்கும்னு நினச்சேன் சாப்பிட்டே வரும்போது. ஆனால் இங்கே ஏதாவது மலை இறங்கினா அது கிடைக்கும்னு நினச்சேன். கிடைக்காதுல்ல, വെള്ളം കിട്ടും മേലെ. ഓ വെള്ളം മതി മോനെ, ആ മല കയറണ്ടേ. അരിനെല്ലിക്കാണോ? നെല്ലിക്കാണോ? വന്ന് പൊട്ടിച്ചറാ. ചെല്ലി പൊട്ടിക്ക്. ഞാനും വരെ നോക്കാം. കുറച്ച് പൊട്ടിച്ചോ, മേലെ ഇതൊക്കെ തിന്നാൻ നാവ് കൊതിക്കും. ടാട്ടാ മേലെ അത് വലിക്ക്. അതന്നെ വലിക്ക്. അതന്നെ പൊട്ടിക്കോ. ആ ഇഷ്ടം ഫുള്ളും പൊട്ടിച്ചോ. നെല്ലിക്കാണത്, ഒറിജിനൽ നെല്ലിക്ക. പൊട്ടിക്ക്. എൻ്റെ ബാഗുള്ളല്ലോ, ആരുമില്ല. പൊട്ടിച്ചോ. പൊട്ടിക്കടാ. അന്യോ ഒരെണ്ണം കൊണ്ടോ നെല്ലിക്ക. നെല്ലിക്ക ഇനിയും കിട്ടോ? വരുമ്പോൾ എടുക്കാല്ലേ, അത് മതി. ഔ അട്ടി കിട്ടണം, ഒറിജിനൽ നെല്ലിക്ക, വേറെ ലെവല്. കേരള നെല്ലിക്കല്ല. അല്ലല്ലേ, ഇതൊക്കെ തമിഴ്നാട്ടിൽ ഇവിടെ നല്ല വരുന്നേ. അപ്പോൾ എൻട്രൻസിലേക്ക് എത്തി. എൻട്രൻസ് സ്റ്റേഷൻ കോവിലുള്ളത്. കുറേ കാറ് വന്നിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ്. പക്ഷെ അല്ല, കുറേ വണ്ടികളുണ്ട് കേട്ടോ അവിടെ, ഇഷ്ടം പോലെ. കുറേ ഗ്യാങ്സൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. നമുക്ക് പറ്റിയ ടീമുണ്ടാവും തോന്നുന്നു. കാറിൻ്റെ മേലാണല്ലേ ഡാൻസ് കളി. ചാടണം. എവിടെ പോയാലും കുരങ്ങന്മാരെ ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ട്. എൻ്റെ അമ്മോ, മതി ചാടാറില്ലടാ കുരങ്ങ.
അവരെ സമയത്തല്ലല്ലോ. അവിടെ അവിടെ ആ അഭ്യാസമാണ്. വെള്ളത്തിൻ്റെ ഭംഗി നോക്കണ്ട, ശുദ്ധമായ വെള്ളം തന്നെ. കിട്ടണ്ടായാലേ ഇതിനുവേണ്ടി ചെറിയ കുപ്പിയല്ലേ, ഓരോ സിപ്പടിച്ചാൽ മതി. വെള്ളം റിലാക്സ് ആവണം. കുടിക്കണം വെള്ളം കുടിച്ചോ, പിന്നെ കുടിച്ചാൽ മതി. നെല്ലിക്കുന്ന പോലെ മധുരമുണ്ട്. കുറേ ആൾക്കാർ വന്നുണ്ട്. ഇതൊക്കെ മല കയറാൻ വരുന്ന പിള്ളേരാട്ടോ. അവിടെ ഇഷ്ടംപോലെ പിള്ളേർ വരുന്നുണ്ട്. ഒരമ്മക്കുരങ്ങൻ ഒരു കുട്ടിയെ കൊണ്ട് നടക്കണ്ട, കുട്ടി പിടിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ജഗജില്ലി എന്തോ നോക്കിയല്ലേ. ദൈവമേ കൂടിയല്ലോ, തല്ലൂട്ടാവും. ദൃശ്യൻ്റെ കുരങ്ങനെ ഒരു വെട്ടുണ്ടല്ലോ. എന്തോ തിന്നില്ല എന്നാണ് പൊടി. കുരങ്ങന്മാരായിട്ടോ അവിടെ. എന്റെ ഈശ്വര, അത് തിന്നണില്ല, ഇട്ടോടത്ത് തിന്നണില്ല. അവരെ പുതിയ കവറ് പൊട്ടിക്കണ നോക്കണ്. മറ്റേ ചാടി പിടിക്കാണ് കവറില്. കടല ഇവര് തമ്മിൽ ചേരിതിരിവുണ്ടാ. വലിയവനും ചെറിയവനൊക്കെ ഉണ്ട് തോന്നുന്നു. കാരണം ഒക്കെ തമ്മിൽ തല്ലാണ്. കാരണം കുറെ ആൾക്കാർ തമ്മിൽ അടുക്കണില്ല. ക്ഷേത്രത്തിൻ്റെ പണി തുടങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് പൊളിച്ചിട്ടൊക്കെ റീവർക്ക് ചെയ്യണം. കയറല്ലേ മോനെ, വായ റോഹിത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. ഇറങ്ങി എടുക്കടാ, കയറിക്കോ. ഞങ്ങളങ്ങനെ മലകയറ്റം ആരംഭിച്ചു. ഇപ്പോൾ ഇതാ എല്ലാവരും കയറി വരുന്നുണ്ട്. ചെറിയ കല്ലൊക്കെയാണ് ഇവിടെ ഉള്ളത്, കണ്ടില്ലേ? അടിപൊളിയാണ്. പടികളൊന്നുമില്ല എന്നുവെച്ചാൽ എൻട്രൻസ് കയറുന്ന ഭാഗം കുറച്ച് കോൺക്രീറ്റിൻ്റെ പടിയുണ്ട്. പിന്നെ ഫുള്ള് കരിങ്കല്ല്. കയറി വരുമ്പോൾ തന്നെ അയ്യോ ഞാനാണ് മുന്നിൽ നടക്കുന്നത്, കൂടെ വരുന്നവർ വരുന്നുണ്ട്. ഫുള്ള് കൂള്. കുറേ കിളികളുണ്ടല്ലോ അവിടെ. എന്തോരം സൗണ്ടൊക്കെ കേൾക്കണ. ഒരു വ്യത്യസ്തമായിട്ടുള്ള യാത്രയാണ് കാടിൻ്റെ ഉള്ളിൽ കൂടെ. സംഭവം പൊളി തന്നെ, നല്ല രസമുണ്ട് നടക്കാൻ. പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ അങ്ങനെ ഇടുന്നുണ്ട്. അങ്ങനെ പരമാവധി ഇടാണ്ടിരിക്കുക. കാട്ടിൽ പ്ലാസ്റ്റിക് ഒഴിവാക്കുക. പ്ലാസ്റ്റിക് ഇടാൻ പാടില്ല, പ്രകൃതിയല്ലേ. ചെറിയ അറക്കാക്കിളിയാ പറയില്ല, അങ്ങനത്തെ കിളിയാ. ആരൊക്കെയോ അങ്ങോട്ട് പോയിട്ടുണ്ട്. ആരൊക്കെയാണാവാ? അയ്യോ അങ്ങനെ പാക്കുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഷർട്ട് ഊരാണ്. റോഹിത്ത് ഊരി, ഞാനും ഊരി ഷർട്ട്. നല്ല ചൂടാ, നല്ല വേർക്കണ കാരണേ ഭയങ്കര ഊരുമ്പോൾ നല്ല തണവ്. കാരണം ഒരു ഷർട്ടുള്ളൂ, ബസ്സിൽ പോകേണ്ടതാണ്. അപ്പോൾ വേർത്ത് മാറിയിട്ട് അപ്പുറത്തുള്ളവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. റോഹിത്ത് ഊരി മൊട്ട രാജേന്ദ്രൻ വരുന്നുണ്ട്. സെയിമില്ലേ, മൊട്ടടിച്ച കറക്റ്റായില്ലേ? മൊട്ട രാജ ആ ശരീരം നടക്കാനോ പറ്റില്ലേ. ഞങ്ങള് വിശ്രമിക്കാണ്, വിശ്രമത്തിലായി. ഇങ്ങനെ പതുക്കെ പതുക്കെ മല കയറണം. പിള്ളേരും അവിടെ വെയിറ്റിംഗ് ആണെന്ന് തോന്നുന്നു. അവർ പൊക്കോട്ടെ, വെറുത്ത് പോയവരെ. ഇനി അവർ പോസ്റ്റായിട്ട് കയറുമാവോ? മല വെയിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യും. ഞങ്ങൾ നടക്കന്നെ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഒരു യാത്ര. ഫുള്ളും കണ്ടല്ലേ, നല്ല കാടിന്. അതിൻ്റെ ഉള്ളിൽ കുറേ വ്യൂ പോയിൻറ്റും ചെന്ന് നിൽക്കാനൊക്കെ പറ്റും. നടന്നോ. പക്ഷേ കുറച്ച് നല്ല അഡ്വഞ്ചർ തന്നെയാണ്. ഞങ്ങൾ അടിയിൽ നിന്ന് മല കാണുമ്പോൾ അത്രയ്ക്ക് വലിയ ഇത് തോന്നിയില്ല, ചെറിയ മലയുടെ തോന്നിയത്. പക്ഷേ റിസ്ക്കാണ്. അയ്യോ കയറിപ്പോയേ. ഇനി കുറെ കിടക്കണ്ടാവും. ഈ ഇങ്ങോട്ട് നോക്കിയേ, കുറച്ചിതാ എന്താറുണ്ടല്ലോ, എന്താ കല്ല് കയറ്റി വയ്ക്കുന്നുണ്ടല്ലോ. നടക്ക്. അയ്യോ
ഇനി ரொம்ப ദൂരം എടുക്കാ ரொம்ப ദൂരം എടുക്ക് ഇനിയും കുറേ ഉണ്ട് കയറാൻ മുക്കാ ഭാഗം ഉണ്ട് കാ ഭാഗം ആവണല്ലോ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ കണ്ടില്ലേ അതാണ് പോയി വേണം എന്താ പറഞ്ഞ പകുതി ഒരു ഗ്രാമം കാണണൊക്കെ ചുറ്റുവട്ടും തിരില്ലേ തിരിയണ കണ്ട ആ ഫാൻ പോലത്തെ സാധനം നോക്കട്ടെ ആ ഫാൻ പോലത്തെ സാധനം കണ്ട ആ തിരിയണ കണ്ട കാറ്റാടി കാറ്റാടി ഇഷ്ടം വരുന്നുണ്ട് വാടാ മോനെ വിട്ടിരിക്കാ സ്ഥലമുണ്ട് എന്തിനാ പിന്നെ നീ സിമ്പിളായിട്ട് കയറി പോകണ്ടല്ലോടാ ഞങ്ങൾക്കാണെങ്കിൽ കയറാനും പറ്റണില്ല എൻ്റെ ഓ കയറിക്കോ അമ്മേ അവൻ ഓടിപ്പോണ് എന്തോട്ടോടണവൻ ദൈവമേ എന്നെ ഇപ്പോൾ ഇവിടെ നിന്ന ആളാണ് എന്തോട്ടം ഓടിയത് മല കയറിയത് എനിക്കാണെങ്കിൽ ഇത് പറ്റണില്ല കത്തക്കുക ബാഗാണെങ്കിൽ ഒരു കിൻഡിൽ വെയിറ്റും അവൻ്റെ ബാഗായി ഞാൻ വെറുതെ പിടിക്കാൻ വേണ്ടി ചോദിച്ചത് അതിൻ്റെ കടലിലേക്കായി ഓടിപ്പോണ് പന്നി അവൻ ഓടിപ്പോവാടാ ഞാൻ അവിടെ മസിലും പിടിച്ചു ഇവിടെ മസിലും കയറി അയ്യോ അല്ല ജീൻസ് ആണെങ്കിൽ പെട്ടു ഇൻ്റെതും റബ്ബറാ പാൻറ് കണ്ടോ ഒരു റബ്ബർ പാൻറ്റായ കാരണം കുറച്ച് സമാധാനം ഉണ്ട് അവനെവിടെ എത്തിന്ന് മലയുടെ മേലേക്ക് അത്ര കണ്ട് കാരണം കേട്ടോ കണ്ടില്ല അവൻ നിൽക്കണ നോക്ക് കൈ രണ്ടിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് മറച്ച പോലെ ഞാനൊക്കെ എടുത്ത് അനക്കെന്താ പ്രാന്താണാ അയ്യോ എങ്ങനെ കയറിപ്പോയ നീ പാടാ കയറണില്ലേ അതൊക്കെ ഇടലും വ്യൂവാ ഫോട്ടോ ചേർക്കാൻ തപസ് അനുഷ്ഠിക്കുകയാണ് ഫോട്ടോ എടുക്കട്ടെ വേണ്ടിട്ടാ യോഗ എന്തോ ഒരു യോഗയാണ് കയറിപ്പോടാ അവൻ യോഗ ചെയ്യേ എനിക്കാണെങ്കിൽ തുള്ളിച്ചാടിയാ പോണ് എന്ത് പണ്ടാണ് കഴിക്കണ എനിക്ക് ബോധ്യമൊന്നും വേണ്ട എനിക്ക് എന്തൊക്കെ അസുഖമുള്ളതെന്ന് എനിക്കറിയാം അതിന് ബഹുമാനിച്ച് കയറണം അവിടെ ആവേശം കാണിച്ചു കഴിഞ്ഞാലേ കാല് തെറ്റിക്കഴിഞ്ഞാൽ പോയി പിന്നെ മല ഇറങ്ങാൻ നിങ്ങൾ സഹായം ഞാൻ തീർന്നു തരും അവിടെ കണ്ടില്ലേ അവൻ ചെറുപ്പം അവൻ 24 വയസ്സാട്ടാ അവൻ 24 വയസ്സാ അവൻ ചെറുപ്പാ അവൻ കയറും ആ പ്രായത്തിൽ നമ്മളും കയറിയതാ നീ എപ്പോഴും ലാസ്റ്റ് ഇങ്ങനെ കയറിപ്പോയുള്ളത് ഇങ്ങനെ ഓടിപ്പോയുള്ളത് ഫസ്റ്റ് മല അല്ലേ വെല്ലങ്കരി കൊണ്ടുറാങ്കില്ലേ ആൾക്കാരൊന്നും വരെയുണ്ടല്ലോ നോക്കെ വായോ കൃഷ്ണവിടെ പോവാ ഞങ്ങളൊരു ഫോട്ടോ എടുക്കട്ടെ ബോഡി മാൻ നിൽക്കണമെന്ന് പറയട്ടെ മസൽ മാൻ ഇങ്ങനെ മസിലൊന്നും കാണിക്കണില്ല അവിടെ കുറച്ച് മെഡിറ്റേഷൻ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട് അവർ ക്ലാസ് എടുത്തോണ്ടിരിക്കണം അവിടെ ആയിട്ടേ വരിക കുറേ ഇഷ്ടം പോലെ പിള്ളേരുണ്ട് അയ്യോ ആ അത്ര വലിയ ഹെവി ഒന്നും പറയാനോ കേട്ടോ മല ചെറിയ മല തന്നെയാണ് ഞങ്ങൾ ഏകദേശം മുക്കാ ഭാഗം എത്തിക്കഴിഞ്ഞു 3500 അടി പറഞ്ഞൊന്നും ഇല്ലാന്ന് തോന്നുന്നു വ്യൂ പോയിന്റ് ഉണ്ടല്ലേ വ്യൂ പോയിന്റ് അതെ നല്ല രസം അവിടെ നിന്ന് കാണാൻ നമ്മൾ വരുമ്പോ കണ്ട റോഡ് കൂടി ഇങ്ങനെ നടന്ന് വന്ന് കയറി അവിടത്തെ ഒരു കോവിലിന്റെ അവിടെ കുറെ കുറങ്ങി അവിടെ തോന്നില്ലേ അതാണ് കോവില് ആ കോവിലിന്റെ അവിടെ നിന്നാണ് കയറി വരണം നമ്മള് ആ കോവില് അതാണ് കോവില് നടക്ക അയ്യോ ആറേ എൻ്റെ കാലെനിക്ക് ഭയങ്കര പ്രശ്നമാണ് അതായത് നരമ്പ് തെറ്റിയുണ്ട് ഒരുപാടിന് സ്ട്രെയിൻ ചെയ്ത് നടത്തം കൂടിക്കഴിഞ്ഞാൽ ആ മുട്ടണ്ട് വേദന വരും പിന്നെ ഒരു അടി നടക്കാൻ പറ്റില്ല പിന്നെ റിലാക്സാക്ഷൻ വേണം എന്നാലേ നോർമലാവുള്ളൂ അത് പ്രശ്നം എനിക്കുണ്ട് ഞാൻ പേടിച്ചാൽ കയറുന്നുണ്ട് എന്നാലും
കാലൊരു സംഭവം വീണില്ലെന്ന് ഉള്ളിനുള്ളിൽ ബോധിപ്പിക്കട്ടെ, അതുകൊണ്ട് മല കയറണതാ. വഴി നോക്കിയാൽ ഇവിടെ ചെറുതായിട്ടൊക്കെ മഴ പൊടിയുന്നുണ്ട്, അതാണ് ഒരു നല്ല പച്ചപ്പൊക്കെ കാണുന്നുണ്ട്. 2 മാസം മുന്നൊക്കെ വരികയാണെങ്കിൽ നല്ല ചുവന്ന വണ്ണം കാണും, പച്ചപ്പൊന്നും ഉണ്ടാവില്ല. കാരണം നല്ല സുഖമുണ്ട്. ഒരുപാട് ടൂറിസ്റ്റൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഇവിടേക്ക്, കാരണം ആൾക്കാർ നല്ല കൂളിംഗ് ഉണ്ട് മഴ കാരണം. വരുമ്പോൾ അയ്യോ തന്നെ വിഷ്ണുവിടെ വായോ, കയറ് കയറ് കയറ്. നമ്മൾ ആ റോഡ് കൂടി നടന്നു വന്നാ കണ്ട, ആ റോഡ് കണ്ട, അതാണ് റോഡ് എൻട്രൻസ്. എന്താ വരാൻ പറ്റണല്ലേ, കല്ല് ഉരുണ്ട് നിൽക്കണുണ്ട്, മെല്ലെ കയറിക്കാം. അയ്യോ ജാതി രസമാണ്, അതാ രസമുണ്ട് എൻ്റെ കൂടെ നിൽക്കാൻ. ഞാൻ ഓടി തന്നെ എന്ത് രസം നോക്കി. ടൈറ്റാനിക്കിലെ ജാക്ക് റോസ് നിൽക്കല്ലേ, എല്ലാവരും ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് എത്തി. പച്ചപ്പ് നിറച്ചും പച്ചപ്പാണ് ഇവിടെ. ഹൈ, മൃഗങ്ങളെ ഇതൊന്നും കണ്ടില്ല കേട്ടോ ഇവിടെ, നല്ല പച്ച കളറാണ് ഉണ്ടല്ലേ. എനിക്ക് കയറി പോകണം, അറ്റം വരെ പോകണം. അയ്യോ റോയത്തതാ വേഗം ചുമന്ന് വരുന്നുണ്ട്. ഇവിടുന്ന് വീഡിയോ കഴിഞ്ഞാലേ അടുത്തത് നമ്മൾ കാണുന്ന സ്ഥലം മധുര മീനാക്ഷിന്ന് പറഞ്ഞു. അടുത്ത മധുരയെല്ലാം കാണാം, അടുത്ത ഏതാ കാണാൻ ഉറപ്പൊന്നുമില്ല. അയ്യോ വെറുതെ വന്നു വന്നവൻ. ഓടണ്ടാ പതിയെ വന്നാ മതി. തുള്ളിച്ചാടി കയറി വന്നിരുന്നതാ, ഇപ്പൊ ചത്ത ശവം പോലെ. അവൻ വെയിറ്റിങ്ങാ, അവൻ മനസ്സ് ടമ്പർ പോലെ ഇരിക്കാണ് കയറാൻ വേണ്ടി ആർജവത്തോടെ. നിനക്ക് വേണ്ടി വെയിറ്റിങ്ങാ. ഞങ്ങൾ അടക്കണ്ടോ പതുക്കെ. അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് എത്തും ഞാൻ അങ്ങനെ പെട്ടെന്ന് ബിജിഎം ഇട് ടൺ 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 ടൺ. അത്യാവശ്യം ഗേൾസുകളൊക്കെ അത്യാവശ്യം വരുന്നുണ്ട് ഇവിടേക്ക്. നമ്മളോട് മലയാളികളാണെന്ന് എല്ലാവരും ചോദിക്കണം. അയ്യോ പോവാ നടക്ക്. വീഡിയോയിൽ നല്ല കറക്റ്റായിട്ട് കാണുന്നുണ്ട്, ഫോട്ടോയിൽ കാണുന്നില്ല. എൻ്റെ അമ്മോ, കുറച്ച് എത്താനേ അതുവരെ ഉള്ളൂ അല്ലേ. ആ ഇവിടുന്ന് ഇങ്ങോട്ട് വടി കൊണ്ടുവരില്ല ട്രെയിനില്, അവനക്ക് പ്രാന്താടാ. ഇവിടെ വടി കിട്ടൂടാ, ഇവിടുത്തെ വടിയായിട്ടാ. ആ അതിവിടെ കിടന്നോട്ടെ, അത് നല്ല ഭംഗിയുള്ള വടിയാ. ഇവിടെ നിന്ന് ഉണക്ക കമ്പാ. ഹായ് കുരങ്ങൻ. പോട്ടെ എൻ്റെ അമ്മോ. மறுபடியும் அதுக்கு அடிக்க வேண்டிய கூட போட்டு എന്താ ഡാൻസ് കളിക്കേ. പടി ഇതൊക്കെ ആരെ കൊണ്ടിട്ടുള്ളടാ, ഇതൊക്കെ ആരെ കൊണ്ടിട്ടുള്ളതാണ്. ബസ്സൊന്നും ഇതിൽ കാണില്ല, ശിവലിംഗം കാണില്ല. ഒരാളിതാ ഇവിടെ കടന്നു വയ്യാണ്ട്. വന്ന വഴിയാന്ന് വെച്ച് കഴിഞ്ഞാല് ബസ്സൊന്നും ഇതിൽ കാണില്ല, ശിവലിംഗം കാണില്ല. ഒരാളിതാ ഇവിടെ കടന്നു വയ്യാണ്ട്.
എൻ്റെ ചാർജ് കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ വന്ന വഴിയില്ലത്. വന്ന വഴിയാന്ന് വെച്ച് കഴിഞ്ഞാല് അടിയിൽ കയറി വരണട്ടാ. തടയില്ല, ഒന്നുമില്ല. നഹി മാലും നഹി നല്ല നഹി. പൊക്കോ പൊക്കോ. അത് കൂട്ടത്തിൽ നിന്ന് പുറത്താക്കിയതാ. അവരാണ് തമ്മിൽ തല്ലല്ലേ. 10:45 സമയം. കൊരങ്ങൻ സാറ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നേക്കാണ്. അതായത് ഇവൻ ഞങ്ങൾ വെള്ളം കുപ്പി വേണം എന്തോ തിരിടണം. അല്ലടാ മോനെ, എടാ ഡേയ് കൊരങ്ങാ ആട്ടണ്ടാ. ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടിയോ? ഞങ്ങൾക്കൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടി. മലകറോ വാ 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 വാ. അത്യാവശ്യം അവിടെ കയറി പോകണ്ട്. മല അതെ അവിടെയാണുള്ളത്. ഇനി കുറച്ചുകൂടിയും കയറണം. ലേഡീസൊക്കെ അതാ തുള്ളിച്ചാടി അങ്ങോട്ട് പോവുന്നുണ്ട്. കമോൻ വന്നിട്ടേ തമ്പി, ഞാൻ വന്നിട്ടേ. അയ്യോ എളുപ്പല്ല, റിസ്ക്. അയ്യോ വ്യൂ പോയിൻ്റ് ഇവിടെ വരെ കണ്ടില്ലേ? വ്യൂ പോയിൻ്റ് അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. നമ്മൾ കയറി കുത്തനെ ടൈമല്ല, കുത്തനെ കയറി പോകണം. അതാ അവതാ ഏകദേശം ആയി. ഇല്ല ഇനിയും ഉണ്ട്. വരണ കണ്ട കല്ലിങ്ങനെ അടക്കി വെച്ചേക്കാണ്. അയ്യോ മലയുടെ ഡിസൈൻ മാറിയിട്ടാ. ഇവിടെ ഉരുണ്ട് വീണ് കഴിഞ്ഞാലേ അങ്ങോട്ട് പോവും. ആ നിലയ്ക്കായുണ്ട്. ഞാൻ ചവിട്ടി വരണ കണ്ട റിസ്ക്കാണ്. വഴിയൊന്നുമില്ല. ഇതിൻ്റെ ചെരുപ്പിടാണ്ട കയറിയത്. അവിടെ എല്ലാവരും ചെരുപ്പ് ഊരിയിട്ടൊക്കെ കയറണം കണ്ടത്. അവിടുത്തെ അമ്പലത്തിലുള്ള ആൾക്കാരില്ലേ, അവർ പറഞ്ഞ് അയ്യോ ചെരുപ്പ് ഊരണമെന്ന്. നോക്കിയേ ചെരുപ്പ് ഊരണമെന്ന് പറഞ്ഞു. അപ്പോൾ ചെരുപ്പ് ഊരിട്ടു. പക്ഷേ മല കയറാൻ വന്ന ആൾക്കാർ പറഞ്ഞ് മല കയറാൻ വന്നവർ ചെരുപ്പിട്ട് ഷൂ ഇട്ടൊക്കെ കയറണം. കുറേ മെഡിറ്റേഷൻ സ്റ്റുഡൻസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെന്താ യോഗ അങ്ങനത്തെ ഐറ്റംസ് ആൾക്കാരെന്ന് തോന്നുന്നു, കുറേ പിള്ളേർ. അപ്പോൾ അവരൊക്കെ ഷൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാരണം അയ്യോ എളുപ്പമല്ലട്ടാ. നമ്മൾ ചെരുപ്പിട്ട കാരണേ ഭയങ്കര കാലുവേദന അടിഭാഗം. ഒരു ബാൻഡേജൊക്കെ വേണം, അല്ലെങ്കിൽ എളുപ്പമല്ല. എൻ്റെ ഈശ്വരാ ഭയങ്കര വഴിയൊക്കെ തെറ്റിപ്പോയെന്ന് തോന്നുന്നു. ഒന്ന് വഴി കണ്ടില്ലേ? ഇപ്പം അതെ ഞാൻ തനിച്ചായി. അവരെല്ലാവരും അവിടെ തളർന്നു കേട്ടോ. അടിഭാഗത്ത് ഇരിപ്പായി. വിഷ്ണുവിൻ്റെ മസിലും പിടിച്ചു. റോഹിത്ത് ക്ഷീണിച്ചു. അത് തുടക്കത്തിലിങ്ങനെ നന്നായി കുതിച്ചോടിയിട്ടേ അപ്പോൾ ഒടുക്കാവുമ്പോൾ വയ്യാണ്ടാവും. എന്നും ഒരേ ലെവലൊരു ഫ്ലോയിൽ പതുക്കെ കയറുകയാണെങ്കിൽ വലിയ ക്ഷീണം വരില്ല. പിന്നെ അധികം റെസ്റ്റും പാടില്ല. പിന്നെ ഹൃദയം ഇടിക്കണമൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മളൊരു മല കയറുമ്പോൾ ഹൃദയം ടപ്പ് 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 ഇടിക്കില്ലേ, ആരോഗ്യം നല്ലതാണ്. അപ്പോൾ വലിയ ക്ഷീണമൊന്നും വരുന്നില്ല. എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ വലത് കാലിൻ്റെ നരമ്പ് തെറ്റും, നല്ല ഉറപ്പാണ്. കുറച്ച് വേദന കൂടി വരുന്നുണ്ട്. ആ ഒരു അസുഖം എനിക്കുള്ളതാണ്. ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ലെഗിന് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു ടിക്കുന്നൊരു സൗണ്ട് അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിർത്തി. അതിന് ശേഷം ഇങ്ങനെയാണ്. എത്താനായി. പഴയ ഒരു പടി കണ്ടില്ലേ അപ്പുറത്തെ സൈഡിൽ? ഇവിടെ പുതിയ പടി. എന്താ കാറ്റ്! കയറി വരുമ്പോൾ നല്ല കാറ്റ് വീശുമ്പോൾ നല്ല സുഖം. എന്താ സുഖം! അവിടെ ഒരു ഫാമിലി വന്നിട്ടുണ്ട്. ഒരു വർത്തമാനം പറഞ്ഞിരിക്കാൻ തോന്നുന്നു അവർ. ഇത് കണ്ടില്ലേ, ഒരു വലിയൊരു കല്ല് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നു പോയിട്ട് നല്ല രസമുണ്ട്. പട്ടിയത് ഇങ്ങനെ ചവിട്ടി കയറണം. പിള്ളേരെ എവിടെയാണാവോ? ഒരാൾ കല്ലിൻ്റെ ഇടയിൽ കിടന്നുറങ്ങി, AC എന്ന് പറഞ്ഞ് കിടന്നുറങ്ങി നിൽക്കുന്നുണ്ട്. ഉച്ച സമയം ഒരു 11 മണിയായി. അയ്യോ ജാതി പഠിക്കട്ടുള്ള ഫുള്ള് കുത്തനായിട്ടത്. കാണുമ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കുക, അത് നല്ലത്. ഞാൻ മാറി വരട്ടെ. എൻ്റെ കാല്
ചെറിയ വേദന വരുന്നുണ്ട്. അല്ലാ, അയ്യോ എന്ത് രസം അവിടെ നിന്ന് കാണാൻ വ്യൂ പോയിന്റ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ നിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കാൻ വരുന്നില്ലേ? നമുക്ക് ഇറങ്ങണ്ടേ കയറിയിട്ട്? ഞാൻ ഇവിടെ റേഞ്ചും ഇല്ല വിളിക്കാൻ. ആര്? നമ്മുടെ ടീമാ കഞ്ചാവ്. അപ്പോൾ വേഗം കയറാൻ പറയും. ഒരേറ്റ അധികം ഇടപാട് വേണ്ട. എന്നോട് സാധനം ഉണ്ടോന്ന് ചോദിക്കണം. അവർ സാധനം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ അടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അടിപ്പിക്കായിരിക്കും അവർ. അതൊക്കെ പരിപാടിയൊന്നും വേണ്ട. ഞാൻ വേഗം എസ്കേപ്പായി വരണം. എന്താ തളർന്ന മോനെ? നിന്നോട് തുള്ളിച്ചാട്ട് വിളിച്ചിട്ട് വന്ന ആളെ പിന്നെ കാണില്ലേ? ബെസ്റ്റ് വർത്താനൊക്കെ അടിയെന്നും പറയാലോ. ആ ഇത്ര നേരം ചാർജ് ചെയ്തിട്ടായിരുന്നു. അയ്യോ നല്ലൊരു വ്യൂ പോയിന്റ് എത്തി. ഇനിയും കയറാണ്ട്. ഇനി അങ്ങോട്ട് കയറി പോകണട്ടോ. ഇവിടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. വെള്ളത്തിൽ കുറേ മീനുണ്ട്. മീനല്ല, തവള. മഴവെള്ളം കെട്ടിക്കണതാ. രസമുണ്ട്. കാൽ നനയ്ക്കുമ്പോൾ ഒരു സുഖം. കുടിക്കാൻ പറ്റില്ല. താഴെ ഞങ്ങൾ റെസ്റ്റ് എടുത്തപ്പോൾ 2 പയ്യന്മാർ വന്നിട്ടായിരുന്നു. ചെറിയ പിള്ളേരാ, 10-12 വയസ്സുണ്ടാവുള്ളൂ പയ്യനാ. ഞങ്ങളെ കണ്ടുകൊണ്ട് അവൻ താടി, അവൻ മുടി, ഞാൻ താടിയും കുറച്ച് മുടിയല്ലേ. കഞ്ചാവ് വലിക്കില്ലേ സാധനം ഉണ്ടാവുന്നതൊക്കെ ചോദിച്ചിട്ടൊക്കെ ഭയങ്കര കമ്പനി, ഭയങ്കര അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഭയങ്കരമായിട്ട് കമ്പനി. അപ്പോൾ അവൻ്റെ വിചാരം എൻ്റെ ഒരു കഞ്ചാവ് കൊണ്ട് വന്നു അവൻ്റെ വിചാരം. ഞങ്ങളതിൻ്റെ അധികം കണ്ട് വർത്തമാനം പറയാനൊന്നുമില്ല. വേഗം അവിടെ നിന്ന് വേഗം മല കയറി കുറച്ച് മുന്നോട്ട് വേഗം നടന്നു. മലയല്ലേ, അപ്പം അതിൽ ഒപ്പം പിടിക്കാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ വേഗം കയറി വന്നു. നമ്മൾ പിന്നെ എക്സ്പീരിയൻസ്ഡാണ് മല കയറിയിട്ട്. അവനടിയ ഇപ്പോൾ ഇവർ തളർന്നപ്പോഴേ കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്ന്. അങ്ങനെ ഇരുന്നപ്പോൾ ആ ഒപ്പെത്തി. അപ്പോൾ അവനങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ വരുമ്പോഴേക്കിനും ഞങ്ങൾക്ക് മല ഇറങ്ങണം. അപ്പോൾ അതിനോട് 12 ആവാനായി. ഉരുളാൻ പടിക്ക് എത്തണം. നല്ല വിശക്കണുണ്ട്. പ്രകൃതി മൊത്തം മാറി നടക്കടാ. 2 കിടക്കുന്ന ഗ്യാപ്പില്ല അവിടെ. ഇപ്പോൾ ഫുള്ള് പച്ചപ്പായി. പച്ചപ്പ് രസമുണ്ട്. നല്ല കൂളിങ്, നല്ല പച്ചപ്പും കൂളിങ്ങാണ്. നടക്കുമ്പോൾ തന്നെ അറിയാം. ആ എവിടുന്ന് കാരൊക്കെ വരുന്നുണ്ട്. അങ്ങനെ മലയുടെ ഏറ്റവും ടോപ്പിലേക്ക് എത്തി. രണ്ട് നടക്കാം. കാണുന്നതാണ് അമ്പലം. ഒരു അമ്പലമുണ്ട് മേലെ. കുറച്ച് അഡ്വഞ്ചർ തന്നെയായിരുന്നു. അയ്യോ അയ്യോ, അവിടെ വ്യൂ പോയിൻ്റ് കുറേ കായലുണ്ട് അവിടെ. പിന്നെ അങ്ങനെ കുറച്ചൊക്കെ ഉള്ളു. പുഴ അങ്ങനെയൊന്നും ഇല്ല. ഫുള്ള് ഇങ്ങനെ വീടുകളൊന്നും ഇല്ല അവിടെ. എല്ലാം കുറച്ച് വീടുകൾ കൂട്ടം കൂടി താമസിക്കുന്നു. കഴിഞ്ഞൂലേ? ഇനിയും ഉണ്ടോ? എവിടെ? ദൈവമേ, അപ്പം ഇതെന്തൂട്ടാ? ഇത് പുതിയ പണിതാ തോന്നുന്നല്ലേ? അയ്യോ, ഞാൻ കരുതിയാ ഇന്നാ ഇഷ്ടം പോലെ ഉണ്ട്. ഷോ, അവിടെയൊക്കെ കുറേ ആൾക്കാർ അങ്ങനെ ഇറങ്ങുന്നുണ്ടല്ലോ. എന്താണത്? വേറെ ആൾക്കാർ വേറെ വഴി കൂടെ പോകുന്നുണ്ട്. അല്ല, വേറെ വഴി കൂടെ ഇറങ്ങി പോകണ്ടെന്ന് ആൾക്കാർ പറയാ. അതെന്താ നരിവാൾ വെച്ചിട്ടുണ്ടല്ലോ. ഗംഭീര വാളല്ലോ. സ്റ്റീലാണല്ലോ വാള്. വാളും പൂച്ചയൊക്കെ ഉണ്ട്. കുറച്ച് കുരങ്ങുണ്ടല്ലോ അവിടെ. ആ കഴിഞ്ഞു, ഇതന്നെ ഉള്ളു കേട്ടാ. ഇതെന്തത്? അല്ല, കൂടെ ആക്രമിക്കോ? ആക്രമിക്കാടാ എല്ലാവരും. പേടിയാവുന്നുണ്ട് ചെറുതായിട്ട്. മേലേക്ക് ചാടി വന്നു കഴിഞ്ഞാലേ കുരങ്ങന്മാരെ നമ്മൾ ശത്രുക്കളല്ല, നമ്മൾ മിത്രങ്ങളാണ്. ആക്രമിക്കുമോ? അയ്യോ, ഇവിടെ നിറയെ കുരങ്ങന്മാരാണ്. നമ്മളിങ്ങനെ നിരീക്ഷിച്ചിരിക്കുകയാണ്. കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുപോകാനാണ് കേട്ടോ മോനെ. അപ്പോൾ ഇതുവരെ തന്നെ ഉള്ളൂ. ഇവിടെ കുറേ ശൂലങ്ങളും കാര്യങ്ങളൊക്കെയാണ്. കോവിലാണ് ഇവിടെ ഉള്ളത്.
ഇവിടെ നന്ദിയുണ്ട്. പിന്നെ അവിടെ പോയൊരു മരം ഇതുവരെ തന്നെ ഉള്ളൂ. അങ്ങോട്ട് ഒരു മലയുണ്ട്, അറ്റം വരെ പോകാനൊക്കെ പറ്റും. പക്ഷേ അങ്ങോട്ട് പ്രവേശനമൊന്നുമില്ല. ഞാൻ കയറാനുള്ള സ്റ്റാമിനൊന്നും ഇല്ല. അങ്ങനെ പോവുക, റിസ്ക് എടുത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് പോവാം കേട്ടോ. നമുക്ക് ഒന്നുകൂടി അഡ്വഞ്ചറൊക്കെ നല്ല ത്രില്ലിങ് ആവശ്യമുള്ളവർക്ക് ഇതിന് ടോപ്പിൽ കയറാം. പക്ഷെ വേണ്ട, അനാവശ്യമാണ്. അത്ര എന്താ എടുപ്പല്ല അത്. ഇതുവരെ വന്നാൽ തന്നെ ഭാഗ്യം. ഇത് കണ്ട മാവിന് കുറേ ഹോളുണ്ട്, കുറേ കുരങ്ങന്മാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഏകദേശം ഉണങ്ങി മരം, എന്നാലും കുറച്ച് പച്ചപ്പുണ്ട്. അവിടെ കുരങ്ങന്മാരും കൂടെ നിൽക്കുന്നു. ഗായ്സ്, അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തി. ഇപ്പോൾ ഒരു മരത്തിൻ്റെ ചോട്ടിലിതാ നല്ല അടിപൊളി മരം അവിടെ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. റോഹിത്തൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്, വിഷ്ണു അവിടെ കിടക്കുകയാണ്, ഞാനിതാ ഇവിടെ ഇങ്ങനെ കിടക്കണു. അപ്പോൾ നല്ല ക്ഷീണം, കാല് കണ്ടില്ലേ എന്ന് വെച്ചാൽ വല്ല പ്രശ്നം ഉണ്ടായില്ല. ഞാൻ കരുതി ഉളുക്കുന്നൊക്കെ കരുതി, എൻ്റെ കാല് പ്രശ്നം വന്നില്ല. അപ്പോൾ അസുഖം നോർമലായി. നോർമലായി എന്നറിയാനുള്ളൊരു ട്രെയിനിങ്ങാണിത്. അങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലെ അസുഖങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഒരു കുഴപ്പമില്ല, നമ്മൾ കാല് ഡബിൾ ബാലറാണ്, അടിപൊളിയാണ്, നന്നായി കാലൊക്കെ മാറി. പിന്നെ കുറച്ച് നേരം ഇവിടെ ഇരിക്കുന്ന റെസ്റ്റ് എടുക്കുക, നല്ല സുഖമാണ്. മരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ വയർത്തിട്ട് ഇങ്ങനെ കിടക്കാന്ന് പറയുമ്പോൾ. അപ്പോൾ മല കയറാനൊക്കെ ഇൻട്രസ്റ്റ് ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായും കയറി വരാം. ഈ മലയുടെ പേരെന്താ? രംഗമല എന്ന് പറയാം. ഇപ്പോൾ പളനിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ദിണ്ടിക്കൽ അല്ലെങ്കിൽ ഓട്ടംചക്രം കയറുക, അവിടുന്ന് ഈ രംഗമലയ്ക്ക് ബസ് കിട്ടും. അല്ലെങ്കിൽ ദിണ്ടിക്കലിൽ നിന്ന് നേരിട്ടിട്ട് ഇവിടേക്ക് ബസ് ഉണ്ട്. അപ്പോൾ ആ ബസ് കണ്ടക്ടറോട് പറഞ്ഞാൽ മതി, കറക്റ്റായിട്ട് ഇവിടെ ഇറക്കി തരും. പിന്നെ നടന്ന് വരുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും, അടിമാലത്ത് നിന്ന് ഇങ്ങനെ ആയിട്ടൊക്കെ. അങ്ങനെ ഒരു സെറ്റ് സ്ഥലമാണ്. അപ്പോൾ സംഭവം പൊളിയാണ്. നമുക്ക് അത്യാവശ്യം ലേഡീസും സ്റ്റുഡൻസും എല്ലാവരും യോഗ ചെയ്യുന്ന ആൾക്കാരൊക്കെ അന്ന് കയറി വരുന്ന നല്ലൊരു ഇടമാണ്. അപ്പോൾ നമുക്ക് ബോറടിക്കില്ല, 3500 അടിയുണ്ട്. പിന്നെ ക്ഷീണവും വരില്ല, നല്ല മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വലിയ വിഷയമില്ല. പോയിത്തെ നോക്കണണ്ട, ചായ നോട്ടല്ലോ, എല്ലാവരും തുറച്ച് നോക്കണം. വേഗം നോക്കിക്കോട്ടോ, കുരങ്ങന്മാരേറ്റാ. ഒരാൾ മരത്തിൻ്റെ ഇടയിൽ നിൽക്കണ നോക്കിയേ. ഞാൻ വാല് കണ്ടപ്പോഴേ പാമ്പാന്ന് വിചാരിച്ചു. പെട്ടെന്ന് വേണം നോക്കിയപ്പോഴാ ചെറിയ കുരങ്ങൻകുട്ടി. ഇതാ അവിടെ നോക്കിയിരിക്കണ നോക്കിയേ. ഒരു പ്രത്യേകമായിട്ട് നിരീക്ഷിക്കാണ്ടല്ലേ നമ്മളെ. അവിടെ കുറേ ഉണ്ട് പടകള്, അല്ലാണ്ട് നോക്കണം നമ്മളെ. അപ്പോൾ ഗായ്സ്, നമ്മൾ മടങ്ങായി ഇറങ്ങായിട്ടാ. ഇറങ്ങി വരണം. അപ്പോൾ ഒരു ചേച്ചി ഇതിലേക്ക് കയറി വരണ്ടെന്ന്. നാരങ്ങോട്ടായെന്ന് ചേച്ചി, ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ സ്വിഫ്റ്റുകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഞങ്ങൾ മല ഇറങ്ങാൻ നല്ല രസം. ഇറങ്ങുമ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളി വ്യൂ പോയിന്റ് ഇങ്ങനെ ആസ്വദിച്ച് ലൈവായിട്ട് നമ്മൾ സീനറികൾ കാണുകയാണ്. നല്ല രസമാണ്, നല്ല വെയിലും നല്ല കാറ്റും ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ കയറി വരുമ്പോൾ ഒരു ത്രില്ലില്ല. ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കൊടൂരം മലകളൊക്കെ കാണുക. ഇറങ്ങിക്കുക. പക്ഷേ ഇറങ്ങി പോകുമ്പോഴാണ് നല്ല സീനറികൾ കിട്ടുക. കാഴ്ചകൾ നമ്മൾ TV കാണാൻ പോലെ നമുക്ക് കാഴ്ചകൾ കാണാം. എനിക്കിങ്ങനെ ഫോൺ ഇങ്ങനെ മാറ്റാൻ തോന്നുന്നില്ല. അങ്ങനെ കാഴ്ചകൾ കണ്ടിങ്ങനെ ഇറങ്ങാനാണ് തോന്നുന്നു. ജാതി വൈബാണ്, കാണാം, കള്ളിമുള്ള് ചെടിയൊക്കെ ഉണ്ട്. സെറ്റ്. ഇപ്പോൾ ചൂട് നന്നായി കൂടി. പാറക്കല്ലൊക്കെ ഉണ്ടല്ലോ, നല്ല ചൂടായി. മല അത്യാവശ്യം അടി ഉയരത്തിലല്ലേ മല ഉള്ളത്, 3000 അടി ഉയരം. ഭൂമിയിൽ നിന്ന് അത്യാവശ്യം പൊക്കാണല്ലോ. അപ്പോൾ ഇവിടെ നല്ല ചൂടാണ്. പാറക്കല്ലുമ്പോൾ നമുക്ക് കാല് ചവിട്ടാൻ പറ്റണില്ല, അത്രയ്ക്കും പൊള്ളല്. ചെരുപ്പ് ഇട്ടാൽ മതിയായിരുന്നു, മണ്ടത്തരം കാണിച്ചു. അങ്ങനെ ഇപ്പോഴും സമയത്ത് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി വരിക തന്നെയാണ്. വഴികളാണ് കറക്റ്റും ഇല്ല. പിള്ളേരൊക്കെ നടന്ന് വരുന്നുണ്ട്. കുറേ മൊബൈൽ ചാർജ് കുറഞ്ഞ് അത് വേറെ പവർ ബാങ്കുള്ള കാരണം രക്ഷപ്പെട്ടു. ഇനി ഇങ്ങനെ പോവുക. ഇപ്പം നമ്മൾ വിശ്രമിക്കുകയാണ്. ഇപ്പോൾ ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇവിടെ നല്ല തണലാണ്. എന്ന് വെച്ചാൽ മരങ്ങളുടെ അടി നിൽക്കുമ്പോൾ
നല്ല കൂളിംഗാണ്. അപ്പോൾ ബോഡി നല്ല തണവ് വരുന്നു. പുളിമരല്ല അത്. പിന്നെ കാറ്റ് നന്നായി വീശുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നല്ല കാറ്റും രാവിലെ നല്ല ചൂടാണ് വരുന്നത്. നെല്ലിക്ക മരത്തിൻ്റെ ചോട്ടിലിരിക്കണം നമ്മളിപ്പോൾ. ക്ലൈമാറ്റ് കുറച്ച് മാറി. ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങാം. മസിലൊക്കെ ചെറുതായിട്ട് പിടിച്ചു തുടങ്ങി, കാഫൊക്കെ ഒന്ന് കയറി തുടങ്ങി. അയ്യോ ഇതൊക്കെയാണ് സ്ഥലം. കണ്ടില്ലേ എന്ത് രസമാണ്. പിള്ളേരൊക്കെ ധൈര്യമായിട്ടിരിക്കുന്നുണ്ട്. ഇനി അങ്ങനെ ഇറങ്ങി അറ്റം വരെ പോകണം. കണ്ടില്ല മരം, ഭയങ്കര മരം. വെള്ളം കിട്ടി. വെള്ളം കുടിക്കാൻ കഴിഞ്ഞാ പിന്നെ അടിഭാഗം എത്തിയിട്ട് ഞങ്ങൾ അത് വെള്ളം കുടിക്കണം. നല്ല ക്ഷീണം.